നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി രാമായണത്തിലെ ബാലകാണ്ഡത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ രാക്ഷസിയായ താടകയെ വധിച്ച് ശ്രീരാമൻ യാഗരക്ഷ ചെയ്ത കഥയാണ് പറഞ്ഞത്. തുടർന്ന് വിശ്വാമിത്ര മഹർഷിയും രാമനും ലക്ഷ്മണനും ആരണ്യത്തിലൂടെ യാത്ര തുടർന്നപ്പോൾ രാമന് ധാരാളം രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. രാമലക്ഷ്മണന്മാർ അവരെയെല്ലാം നിഷ്പ്രയാസം വധിച്ചുകൊണ്ട് അവർക്കെല്ലാം മോക്ഷം കൊടുത്തു. പിന്നീട് മാരീചനും സുബാഹുവും എന്ന 2 രാക്ഷസന്മാരാണ് പ്രധാനമായും യാഗം മുടക്കാൻ വന്നത്. അവർ യാഗാഗ്നിയിൽ അശുദ്ധ വസ്തുക്കൾ ഇടുക, രക്തമൊഴിക്കുക, അങ്ങനെ പല വിക്രിയകളും യാഗം മുടക്കാനായി ചെയ്തു. യാഗങ്ങൾ പോലുള്ള സൽക്കർമ്മങ്ങൾ തടയുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഒടുവിൽ അവർ രാമലക്ഷ്മണന്മാരുടെ മുൻപിലെത്തി. ഒടുവിൽ രാമലക്ഷ്മണന്മാരും മാരീചനും സുബാഹുവും തമ്മിലുള്ള യുദ്ധത്തിൽ രാമന്റെ അമ്പേറ്റ് സുബാഹു മരണപ്പെട്ടു. സുബാഹുവിന്റെ മരണം കണ്ടപ്പോൾ മാരീചൻ ഭയന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ മാരീചനു പുറകെ രാമൻ അയച്ച അസ്ത്രവും ചെന്നു. മാരീചൻ പല സ്ഥലത്തും ഓടി ഒളിഞ്ഞു നോക്കി. എന്നാൽ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ രാമാസ്ത്രം മാരീചനെ പിന്തുടർന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ രാമപാദത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് തന്നോട് ക്ഷമിക്കണമെന്നും തന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണെന്നുമെല്ലാം മാരീചൻ രാമനോട് പറഞ്ഞു. അങ്ങനെ മാരീചൻ മാപ്പ് അപേക്ഷിച്ചപ്പോൾ രാമൻ തന്റെ അസ്ത്രം പിൻവലിക്കുകയും മാരീചനോട് ഇനി ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് രാമപാദം വണങ്ങി മാരീചൻ പിന്നീട് രാമഭക്തനായി ജീവിച്ചു. അങ്ങനെ എല്ലാ രാക്ഷസന്മാരെയും വധിച്ച് യാഗരക്ഷ നടത്തിയ രാമലക്ഷ്മണന്മാരെ എല്ലാ മുനിമാരും മഹർഷിമാരും വളരെ സന്തോഷത്തോടെ അനുമോദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും അഹല്യയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ച് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് അഹല്യയുടെ കഥ പറഞ്ഞുകൊടുത്തു. ഗൗതമ മുനിയുടെ അതിസുന്ദരിയായ പത്നിയായിരുന്നു അഹല്യാദേവി. അങ്ങനെ ഗൗതമ മുനിയും അഹല്യാദേവിയും ഗംഗാ നദിയുടെ തീരത്ത് പർണശാലയെല്ലാം കെട്ടി സന്തോഷപൂർവ്വം സൗമ്യമായും ശാന്തമായും ജീവിച്ചു വരികയായിരുന്നു. അതിസുന്ദരിയായ അഹല്യയെ കണ്ട് ഒരിക്കൽ ദേവേന്ദ്രന് അഹല്യയോട് അതിയായ മോഹം തോന്നി. സുന്ദരിയായ അഹല്യയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നായി ദേവേന്ദ്രന്. എന്നാൽ ഗൗതമ മുനിയെ ദേവേന്ദ്രന് ഭയമാണ് താനും. അതിനാൽ സൂത്രശാലിയായ ദേവേന്ദ്രൻ നേരം വെളുക്കുന്നതിന് മുൻപ് പാതിരാ നേരത്ത് ആശ്രമ വളപ്പിൽ ഒരു പൂവൻ കോഴിയുടെ കൂവൽ കേൾപ്പിച്ചു. അത് കേട്ടതോടെ ഗൗതമ മുനി ഉണർന്നു. ബ്രഹ്മമുഹൂർത്തമായതിനാൽ ഗംഗാ നദിയിലെത്തി കുളിച്ചു വരണം, ഹോമധ്യാനാദികൾ തുടങ്ങണം എന്നതാണ് പതിവ്. അങ്ങനെ ഗൗതമ മുനി ഗംഗാ നദിയിലേക്ക് പോയ തക്കം നോക്കി ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷത്തിൽ അഹല്യയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഗൗതമ മുനിയുടെ വേഷം ധരിച്ച് ഇന്ദ്രൻ അഹല്യയെ പ്രാപിക്കുന്നു. ഗംഗാ നദിയിലേക്ക് ഇറങ്ങുന്നതിന്റെ മുന്നോടിയായി നദിയെ തൊട്ടു വന്നിച്ച ഗൗതമ മുനി ഒരു ഞെട്ടലോടെ കൈ പിൻവലിച്ചു. കാരണം ഗംഗ ഉണർന്നിട്ടില്ല. പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളെയും അറിയുന്നവരായിരുന്നു മഹർഷിമാർ. നേരം വെളുത്താൽ നദി ഉണരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയപ്പോഴാവട്ടെ മിത്രൻ ഉദിച്ചിട്ടുമില്ല. ഒരു നിമിഷം അദ്ദേഹം കണ്ണടച്ചു നോക്കി. പ്രകൃതി മുഴുവൻ ഉറക്കത്തിലാണ്. തനിക്ക് തെറ്റുപറ്റിയോ, താൻ ചതിക്കപ്പെട്ടുവോ എന്ന ആശങ്കയിൽ അദ്ദേഹം തിരികെ ആശ്രമത്തിലേക്ക് വേഗത്തിൽ നടന്നു. മുറ്റത്തെത്തിയപ്പോൾ അകത്തുനിന്ന് തന്നെപ്പോലെ ഒരാൾ വേഗത്തിൽ ഇറങ്ങി വരുന്നത് കണ്ട് അദ്ദേഹം അമ്പരന്നു. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ ഗൗതമ മുനി നീ ആരാണെന്ന് അലറിക്കൊണ്ട് ചോദിച്ചു. എന്തിനാണ് നീ എന്റെ വേഷം ധരിച്ച് ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് എന്നും ചോദിച്ചു. കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബോധ്യമായ ദേവേന്ദ്രൻ പേടിച്ചുകൊണ്ട് സ്വന്തം രൂപം വെളിപ്പെടുത്തി സത്യമെല്ലാം പറഞ്ഞു. ഇതു കേട്ടപ്പോൾ കോപത്തോടെ സഹസ്രാഭകനായി പോവട്ടെ എന്ന് ഗൗതമ മുനി ദേവേന്ദ്രനെ ശപിച്ചു. ബഹളം കേട്ട് വന്ന അഹല്യയും മുനിയുടെ കാൽക്കൽ വീണ് മാപ്പിരന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലല്ലോ, പക്ഷെ അവളെയും അദ്ദേഹം ശപിക്കുകയാണ് ഉണ്ടായത്. കാരണം തന്റെ പതി ഏത് വേഷത്തിൽ വന്നാലും അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഒരു പതിവ്രതയായ സ്ത്രീക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഒരു ശിലയായി തീരട്ടെ എന്ന് അദ്ദേഹം അഹല്യയെയും ശപിച്ചു. മഞ്ഞും മഴയും വെയിലുമേറ്റ് ദീർഘകാലം അങ്ങനെ കഴിയുമ്പോൾ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുജനോടൊത്ത് ഈ വഴി വരും. അന്ന് രാമപാദ സ്പർശമേറ്റ് നീ ശാപമുക്തയാകുമെന്ന് അദ്ദേഹം അഹല്യയ്ക്ക് ശാപമോക്ഷവും നൽകിക്കൊണ്ട് തപസ്സിനായി ഗൗതമ മുനി ആ പ്രദേശം വിട്ടുപോയി. അങ്ങനെ ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തതിനു ശേഷം തന്റെ പാദങ്ങൾ കൊണ്ട് അഹല്യയ്ക്ക് മോക്ഷം നൽകാൻ വിശ്വാമിത്ര മഹർഷി രാമനോട് ആവശ്യപ്പെട്ടു.
അങ്ങനെ സംവത്സരങ്ങളായി ഒരു ശിലയായി കിടക്കുന്ന അഹല്യാദേവിക്ക് ശാപമോക്ഷം നൽകാനായി ശ്രീരാമൻ തന്റെ വലതുപാദത്താൽ ശിലയെ ഒന്ന് തൊട്ടതേയുള്ളൂ. അപ്പോൾ അതീവ സുന്ദരിയായ അഹല്യാദേവി തന്റെ സ്വരൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശാപമോക്ഷം നൽകിയതിന് ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് അഹല്യ കണ്ണുനീരാൽ നന്ദി പറയുകയും തപസ്വിയായ അഹല്യ ഭക്തിപൂർവം ശ്രീരാമനെ ഒരുപാട് സ്തുതിക്കുകയും ചെയ്തു. ആ സ്തുതിയെല്ലാം കേട്ട് ശ്രീരാമൻ ഭക്തയായ അഹല്യയെ അനുഗ്രഹിക്കുകയും ശേഷം അഹല്യാസ്തുതി ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അഹല്യയുടെ സ്തുതിക്ക് മഹനീയമായ ഒരു സ്ഥാനം നൽകുകയും ചെയ്തു. ഇന്ന് രാമായണം വായിക്കുന്നവരിൽ അഹല്യയുടെ ആ സ്തുതി വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് സഫലീകൃതമാവും എന്നും ഏറ്റവും പ്രധാനമായും എല്ലാ പാപങ്ങളും ഇല്ലാതെയാവും എന്നുമാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ മനുഷ്യർക്ക് ജീവിത പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അഹല്യാസ്തുതി കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ മതിയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ വിശ്വാമിത്ര മഹർഷി കുമാരന്മാരുമായി മിഥില രാജ്യത്തേക്ക് പുറപ്പെട്ടു. മിഥില ജനക രാജാവിന്റെ രാജ്യമാണ്. സീതാദേവിയുടെ പിതാവാണ് ജനകൻ. അങ്ങനെ ജനക രാജാവിന്റെ രാജധാനിയിലേക്ക് കുമാരന്മാരുമായി വിശ്വാമിത്ര മഹർഷി കടന്നു ചെന്നു. ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ രാജാവാണ് ജനകൻ എന്നാണ് പറയപ്പെടുന്നത്. ജനകൻ സംരക്ഷിച്ചു പോരുന്ന ഒരു ശൈവ ചാപമുണ്ട്. ആ ചാപം കുലയ്ക്കാൻ ആരാലും സാധ്യമല്ല. ധാരാളം രാജാക്കന്മാർ അതിന് ശ്രമിച്ചു പരാജയപ്പെട്ടതാണ്. ആ ചാപം കുമാരന്മാർക്ക് കാണിച്ചു കൊടുക്കാനാണ് വിശ്വാമിത്ര മഹർഷി കുമാരന്മാരുമായി ജനക രാജാവിന്റെ സന്നിധിയിലെത്തിയത്. ബാക്കി കഥ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്.